ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് റേഡിയോ എങ്ങനെയായിരുന്നു പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ റേഡിയോ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടിവിനെ കുറിച്ചാണ്. അതും ഒരു ക്രിയേറ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന ഒരു മാധ്യമം കൂടിയാണ് ടി വി. അപ്പൊ ടി വി എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് ടിവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ടി വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുടെ വീട്ടില് ടി വി ഒന്നും ഇല്ലായിരുന്നു. കാരണം ഭയങ്കരം അധികം എമൗണ്ട് കൂടുതലായിരുന്നു ടി വി ഒക്കെ വാങ്ങിക്കണമെങ്കിൽ. അതുപോലെ തന്നെ ഒരു സിനിമയുണ്ട്. ആ സിനിമയില് ചില ആളുകളൊക്കെ ഇങ്ങനെ ചില ആളുകളുടെ പ്രത്യേക ആളുകളുടെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ. അതുപോലെ ആ വീട്ടിലേക്ക് ഒരുപാട് ആ നാട്ടിലുള്ള പലരും വന്ന് ടി വി കാണുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടി വി എന്ന് പറയുന്നത് പണ്ടുള്ള ആളുകളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ വീട്ടിലും തന്നെ ടി വി ഉണ്ട് അല്ലെ. നമ്മളൊക്കെ ഒരിക്കൽ പോലും ടി വി കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ടി വി ഇന്ന് മാറിയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും വാർത്തകളോ അതുപോലെ തന്നെ കാർട്ടൂൺ ചാനലുകള്, അതുപോലെ തന്നെ സിനിമകള്, പാട്ടുകള് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ടെലിവിഷനിലൂടെ അവൈലബിൾ ആണ്. ഇപ്പൊ ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടി വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. There are several steps involved in TV production. You must come up with an idea and plan out its gradual. You must development. However, if one does not know whether an idea or for a television program will be effective on the small screen, it will be a failure. As a result, anyone involved in TV scripting must understand the characteristics of television before beginning work on his or her script. Let us go over some of the fundamental characteristics of television. അപ്പോൾ ടെലിവിഷനിലുള്ള ഒരുപാട് പരിപാടികളെ കുറിച്ച് നമുക്കറിയാമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ടെലിവിഷനിൽ നമ്മൾ ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ കാണാറുണ്ടാവും. അപ്പൊ ഇത്തരത്തില് പരിപാടികൾ കാണുമ്പോൾ അതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അവർ ഓൺ ദ സ്പോട്ടിൽ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല. അതെല്ലാം ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഓരോ ടെലിവിഷൻ പരിപാടികളൊക്കെ നടക്കാറ്. അതുപോലെ തന്നെ ഇപ്പം ഒരു ടെലിവിഷൻ ചിലപ്പോൾ റിയാലിറ്റി ഷോസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോസ്, ഇന്റർവ്യൂസ്, കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിവിഷൻ വഴി നടക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ടെലിവിഷൻ ഷോസ് എല്ലാം നടക്കുന്നത് തിരക്കഥകളിലൂടെയാണ്. അപ്പൊ ആ തിരക്കഥകൾ എഴുതണമെങ്കിൽ ടെലിവിഷൻ എന്താണെന്നും അതിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് മനസ്സിലായിരുന്നാൽ മാത്രമേ നമുക്ക് ടെലിവിഷനിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. A television set displays television programs. A screen is small and only allows to close up detailed stories and actions. It cannot comfortably accommodate large canvases. അപ്പോൾ നമ്മളൊരു ടി വിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ തിരക്കഥകളൊക്കെ ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, അതൊരു ലാർജ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരിക്കലും ടി വിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല അല്ലെ. ഒരു ചെറിയൊരു സ്പേസേ ടി വിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടി വിയിലെ ആ ഒരു സ്പേസിനനുസരിച്ച് നമ്മൾ നമ്മുടെ കഥകളും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഒരു ചലച്ചിത്രമാണെങ്കിൽ പോലും 2-3 ആളുകളെ നമ്മൾ ചിലപ്പോൾ ക്ലോസപ്പിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു ടി വിയിൽ ക്ലോസപ്പിൽ 1-2 ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെ കുറെ ആളുകളെ നമ്മൾ ആ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ ആളുകളുടെ എല്ലാം ക്ലോസപ്പിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ക്ലോസപ്പിലുള്ള അവരുടെ വികാരങ്ങളൊന്നും നമുക്ക് ടി വിയിലൂടെ കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഓരോരുത്തരെ വെച്ച് നമുക്ക് കാണിക്കാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു പരിമിതികളൊക്കെ നമ്മൾ ആ സ്ക്രീൻ സ്പേസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നിട്ട് ആ രീതിയിൽ അനുസരിച്ച് വേണം നമ്മൾ സ്ക്രിപ്റ്റുകൾ എഴുതാനായിട്ട്. Serials and a series of television can delve into intricate details of subjects and characters over time. Commercially, television time is very expensive. അപ്പം ടെലിവിഷൻ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ടെലിവിഷനിൽ ഓരോ പരിപാടിക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു സമയം, ആ സമയം അനുസരിച്ച് നമുക്കറിയാം അല്ലെ, ഒരു പരിപാടി ഒരിക്കലും ഒരുപാട് നേരം നീണ്ടു പോകാറില്ല. നമ്മളൊരു സമയം വെച്ചിട്ടുണ്ടാവും, ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ടാവും.
ഓരോ പരിപാടിക്കും ഇന്ന മണി തൊട്ട് ഇന്ന മണി വരെയാണ് ആ പരിപാടി തുടങ്ങുക. ആ പരിപാടിയിൽ കുറച്ച് പരസ്യങ്ങളൊക്കെ കാണും. അപ്പൊ ആ രീതിയിലായിരിക്കും. ആ സമയ ക്രമീകരണം ഒരിക്കലും ടെലിവിഷനിൽ മാറ്റാറില്ല. അതുപോലെ തന്നെ ഇന്ന സമയത്ത് സീരിയൽ തുടങ്ങും, ഇന്ന സമയത്ത് അവസാനിക്കും. ഇതൊക്കെ നമുക്ക് കാണപ്പാടാണ് അല്ലെ, ഓരോ പരിപാടികൾ തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം. അപ്പൊ ഈ ഒരു കാര്യവും ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വഭാവ സവിശേഷതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ടൈം പീരീഡ് നമുക്ക് ഉണ്ടാവും. ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ആ ടെലിവിഷനിൽ ഉണ്ടാവുക. Plots and storylines and move quickly and have a short duration are commercially viable because it is a performance for close-ups. Television emphasizes gestures and facial expressions. TV lends itself a close identification with the people, actors, and due to its close-up shots of them. അപ്പോൾ ഈ ഒരു ടെലിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ആ ഒരു ടെലിവിഷന്റെ സമയം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ചില ആഡുകളൊക്കെ നമ്മൾ ടെലിവിഷനിൽ കാണാറുണ്ട് അല്ലെ. ഇപ്പം ഹെയർ ഓയിലിന്റെ ആഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സോപ്പിന്റെ ആഡ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ആഡ് കൊടുക്കുന്ന ആ ഒരു ടൈമിന് അവർ അതനുസരിച്ചുള്ള എമൗണ്ട് ഈടാക്കുന്നുണ്ട് കമ്പനികളിൽ നിന്ന്. ഈ ആഡ് കൊടുക്കേണ്ട ആ കമ്പനികൾ ഈ ടെലിവിഷന് ആ ഒരു രീതിയിലുള്ള ടെലിവിഷൻ കമ്പനികൾക്ക് ആ ഒരു രീതിയിലുള്ള എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ എമൗണ്ട് ആ ഒരു ടെലിവിഷനിൽ കാണിക്കുന്ന പരിപാടികൾക്ക് അതിൻ്റെതായ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു തുക ടെലിവിഷൻ കമ്പനികൾക്ക് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചാനലിന് കൊടുക്കണം നമ്മൾ. അതുപോലെ തന്നെ when writing a TV play script, the character developed should be strong, clear and believed into audience. അതുപോലെ തന്നെ ഓഡിയൻസിനെ ക്ലിയർ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ കാണികൾ കൂടുതലായിട്ട് ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുകയുള്ളൂ അല്ലെ. അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് വന്നാൽ മാത്രമേ ഈ ഒത്തിരി ആളുകളിലേക്ക് ഈ ഒരു ആഡുകളും എത്തുകയുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമുക്ക് എമൗണ്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പരിപാടികൾ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഐഡിയ വിഎസ് മീഡിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ടെലിവിഷൻ ഇസ് എ ഓഡിയോ വിഷ്വൽ മീഡിയം. You will be forced with the two decisions: what to write about and which it on other. Once you have convinced of its flexibility, write it. Do not abandon in the middle. Once you have decided that you are going to write, proceed with the steps listed below. First, the idea of the topic has to be concrete. You can't write it. You are huge about the central concept. Second one, consult the collect all available audio visual and print material and possible references. Third one, interview characters is necessary to get a feel of your subject matter. Shift through their experiences, perspectives, knowledge, feeling, dreams and fantasies. Fourth one, now shift you material, visual and sound and write a short summary of that you have felt or understood. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെലിവിഷൻ രീതികൾ അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്നത് ആ ഒരു മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മീഡിയ വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വാർത്താവിനിമയം നമുക്ക് ഈ ഒരു ടെലിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പത്രങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഓൾറെഡി ഇന്നത്തെ സംഭവമായിരിക്കും നാളത്തെ പത്രത്തിൽ വരിക. അപ്പം ഇന്നത്തെ സംഭവം ഇന്ന് തന്നെ അറിയിക്കാനായിട്ട് പത്രമാധ്യമങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ ടെലിവിഷൻ ആണെങ്കിൽ ഇന്ന് നടന്ന വാർത്ത ഇന്ന് തന്നെ അവർക്ക് അത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ അറിഞ്ഞ കാര്യങ്ങൾ, ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം നമ്മളെ അറിയിക്കുന്നത് TV ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മീഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാധീനം, നമ്മുടെ ജീവിതത്തിൽ അനുദിനം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണെന്ന് കൂടെ നമുക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ ലാംഗ്വേജ് ഓഫ് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് ടെലിവിഷന്റെ ഓരോ ചാനലുകളും ഓരോ ലാംഗ്വേജിലായിരിക്കും അല്ലെ. നമുക്ക് സൺ TV, അതുപോലെ തന്നെ കിരൺ TV, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചാനലുകൾ നമുക്കറിയാം. ഇപ്പൊ തമിഴ് ചാനലുകളുണ്ട്, അതുപോലെ തന്നെ മലയാളം ചാനലുകൾ, മഴവിൽ മനോരമ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ്, ഇതൊക്കെ മലയാളം ചാനലുകളിലുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ചാനലുകളും അതാത് ലാംഗ്വേജ് അവര് സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തില് നമ്മൾ ടെലിവിഷൻ കണക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജിലുള്ള ചാനലുകളായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുക.
അപ്പൊ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും അത് അവരുടേതായിട്ടുള്ള ലാംഗ്വേജസിൽ ടെലിവിഷനിൽ നമുക്ക് ചാനലുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് ലാംഗ്വേജ് പഠിക്കാനും ഈ ഒരു ടെലിവിഷൻ നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ തന്നെ കന്നഡവും തെലുങ്കും ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടെലിവിഷനെ ആശ്രയിക്കാം. അവിടെ ഓരോരോ പരിപാടികളൊക്കെ നമുക്ക് തെലുങ്കിലെയും അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ പരിപാടികൾ കാണുമ്പോൾ അവരുടെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പൊ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് ടെലിവിഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണെന്ന്. അതുപോലെ നമുക്ക് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജിൽ എങ്ങനെയൊക്കെയാണ് ടെലിവിഷനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് നോക്കാം. When writing a television script, it is critical to understand that the new mass media, film, radio, and television have developed new languages, and their grammatical structures are still evolved, and their full potential is not. Each encodes reality differently. Legacies tell as that is you use enough words or images. You can say anything in any language. But time is a major contrasting in the new mass media. TV is the closest new language of drama. It brings together music and art, language and gestures, and color. It encourages the consciousness of visual and auditory images. അപ്പോൾ ടെലിവിഷനിലുള്ള ലാംഗ്വേജസ് നമുക്ക് എത്ര വേണേലും നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓരോ ലാംഗ്വേജിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജിലുള്ള പരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് TV ഒരുപാട് സഹായിക്കാറുണ്ട്. നമ്മുടെയൊക്കെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഹിന്ദി പ്രോഗ്രാംസ് കാണുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ കിട്ടുന്നത്, പെട്ടെന്ന് എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണെന്നൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നതും നമുക്ക് ഈ TV-യുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ TV ആയിട്ട് പറയുമ്പോൾ നമ്മൾ വാർത്തകൾ TV-യിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. TV-യിൽ നമുക്ക് വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചലച്ചിത്രങ്ങൾ കാണാൻ സാധിക്കും. സിനിമകളൊക്കെ ഓരോ TV-യിലും വരാറുണ്ട് അല്ലെ. അപ്പോൾ TV-യുടെ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റിയാലിറ്റി ഷോസ് ആകാം, അല്ലെങ്കിൽ വാർത്തകളാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളാകാം, അല്ലെങ്കിൽ നാടകങ്ങള്, അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങള്, ഒരുപാട് പരിപാടികൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ടെലിവിഷനിലുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൂടാതെ തന്നെ TV എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് മിഷൻ ആണ്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണെന്ന് കൂടെ നമുക്കറിയാം. TV ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ടൈപ്സ് ഓഫ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നതാണ്. സോപ്പ് ഓപ്പേഴ്സ്, ഗെയിം ഷോസ്, അതുപോലെ തന്നെ സ്പോർട്സ്, ക്രൈം ആൻഡ് സ്പൈ സ്റ്റോറി ഫിലിംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ടെലിവിഷൻ എന്റർടൈൻമെന്റ്. അപ്പം ഇതുപോലെയുള്ള സീരിയലുകൾ, അതുപോലെ തന്നെ കിസ് ഷോസ്, അതുപോലെ സ്പോർട്സ്, അതുപോലെ തന്നെ ക്രൈം, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ്, ഇതെല്ലാം നമുക്ക് ടെലിവിഷൻ വഴി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം ഒരുപാട് പ്രോഗ്രാംസ്, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ടെലിവിഷനിലുണ്ട്. ദീസ് പ്രോഗ്രാംസ് റിക്വയർ excitement, and excitement must be delivered at a rapid pace. The excitement must be delivered at a rapid pace. Conflict is more emotional and important than a balanced worldview. The attempt is made on a regular basis to seduce, capture, and manipulate the audience mind rather than to allow them to think for themselves and pursue them with a clear-cut world view. Entertainment programs ostensibly and cleverly address every issue affecting public life and the contradictions of modern society. അപ്പോൾ TV എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല രീതിയിൽ TV ഒരു വിനോദം നമുക്ക് നൽകുന്നുണ്ട്. അത് സ്പോർട്സിന്റെ രീതിയിലാകാം, അല്ലെങ്കിൽ നമുക്ക് സീരിയലുകൾ നമുക്ക് നൽകിക്കൊണ്ടാകാം, അല്ലെങ്കിൽ വാർത്തകൾ, അതുപോലെ സ്പൈ സ്റ്റോറീസ്, ഇത്തരത്തിലുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് നമ്മുടെ TV-യിലുണ്ട്. ഇതെല്ലാം ആളുകളെ ഒരുപാട് ആകർഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ TV ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ TV എന്ന് പറയുന്നത് വളരെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉപകരണമാണ് TV എന്ന് പറയാം. ഇനി TV ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. TV എങ്ങനെയാണ് ഇനി ഒരു ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നത് എന്നുള്ളത്. അത് പ്രധാനമായിട്ടും ന്യൂസ് ചാനലുകൾ വഴിയാണ് അല്ലെ. News is supposed to be the most honest and objective part of the television, which gives news a
special place in television self-image. It could be argued that the point at which television suppressed newspapers as the primary source of news distribution may marked a significant shift in the medium role. The presentations of news is therefore critical or televisions. It appears that there is a direct relationship between the authority of television channels and the authority of their presenters. The presenters employ and a distinct perception style in order to be immediately associated with the institution. They must make the news appear natural. It must have a sense of immediacy and urgency. In reality, the news, like the rest of television, is the result of careful selection and editing process. അപ്പോൾ നമുക്കറിയാം ന്യൂസുകൾ നമുക്ക് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നത് TVs ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ഒരു പത്രങ്ങളിൽ നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ തലേദിവസത്തെ വാർത്തകളാണെന്ന് അറിയാം അല്ലെ. അപ്പം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും പത്രങ്ങളിലൂടെ ഇന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കില്ല. അത് നാളെ മാത്രമേ, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞൊക്കെ ആ ഒരു ടൈം പീരീഡ് എടുക്കും പത്രങ്ങളിൽ ആ ഒരു വാർത്തകൾ അച്ചടിച്ച് വരാനായിട്ട്. പക്ഷെ TV എന്ന് പറയുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും അല്ലെങ്കിൽ ഓരോരോ ടൈമിൽ TV ന്യൂസ് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ന്യൂസിലൂടെ നമുക്ക് അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് TV ഇൻഫോർമേറ്റീവ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇനി TV ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ TV ഇൻഫർമേഷനിൽ വരുന്നത് ന്യൂസ് എപ്പോഴും വളരെ കൃത്യമായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ന്യൂസിൽ വരുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥമാണോ നമ്മൾ അന്വേഷിക്കണം. അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് വേണം നമുക്ക് ന്യൂസ് റീഡേഴ്സ് നമ്മുടെ വായനക്കാരിലേക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക് അത് എത്തിക്കാനായിട്ട്. ഇനി TV ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. വൺ ഓഫ് ദ പ്രൈമറി ഗോൾസ് ഓഫ് ബ്രിങ്ങിങ് ടെലിവിഷൻ ടു ഇന്ത്യ വാസ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. The plan was to broadcast education and awareness programs for farmers, villagers, and the urban poor with the focus of special groups such as youth, women, and physically disabled and the elderly. അപ്പോൾ ഈ ഒരു TV ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ TV ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രചാരത്തിൽ വരാൻ കാരണം അതിന് നമ്മൾ TVക്ക് ഒരു പ്രചാരണം കൊടുക്കാൻ